أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر സൂറ അൽ കൗസറിലെ രണ്ടാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: സത്യമായും നാം നിനക്ക് കൗസർ നൽകിയിരിക്കുന്നു. ഈ വചനത്തിൻ്റെ തഫ്സീർ ഹസ്രത്ത് മുസ്ലിം മൗദൂദ് റളിയല്ലാഹു പറയുന്നു, നഫ്സിൻ്റെ പരിഷ്കരണത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടം ആരംഭിക്കുന്നത് ഫിക്ർ അഥവാ വിചിന്തനമാണ്. അതിൽ ഒരു പ്രധാന ഘടകമാണ് മനഃശാസ്ത്രം. ഇതേക്കുറിച്ച് വലിയ വലിയ ഗവേഷണങ്ങളും മറ്റും നടന്നു വരുന്നുമുണ്ട്. അതിൽ ഒരു കാര്യമാണ്, ഒരു കുട്ടിയുടെ ചെവിയിൽ എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടുകഴിഞ്ഞാൽ അത് ആ കുട്ടിയിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത്. ഫ്രാൻസിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ ജർമ്മൻ ഭാഷയിൽ നല്ലവണ്ണം പ്രസംഗിക്കാറുണ്ടായിരുന്നു. ആളുകൾ വളരെ ആശ്ചര്യത്തോടെ അത് നോക്കി നിൽക്കുമായിരുന്നു. അവർക്ക് ജർമ്മൻ ഭാഷയൊന്നും വലിയ വശമില്ലായിരുന്നു. പക്ഷേ അവർ ജർമ്മൻ ഭാഷയിൽ വളരെ നന്നായി പ്രസംഗിക്കുമായിരുന്നു. ഇതറിഞ്ഞ് ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ ഇവരുടെ അടുക്കൽ ചെല്ലുകയുണ്ടായി. ഈ സ്ത്രീയുമായി വളരെ നേരം സംസാരിച്ചു. അവസാനം ഈ മനഃശാസ്ത്രജ്ഞൻ ആ സ്ത്രീയോട് ചോദിച്ചു, താങ്കളുടെ മാതാവ് ഏതെങ്കിലും ജർമ്മൻകാരുടെ വീട്ടിൽ ജോലിക്ക് പോയിരുന്നോ എന്ന്. അവസാനം അദ്ദേഹത്തിന് അറിയാൻ സാധിച്ചു, ഈ സ്ത്രീയുടെ മാതാവ് ഒരു ക്രിസ്തീയ പാതിരിയുടെ വീട്ടിൽ ജോലിക്ക് പോയിരുന്നു എന്ന്. ആ പാതിരി ജർമ്മൻകാരനായിരുന്നു. ആ സമയത്ത് ഈ സ്ത്രീയുടെ പ്രായം 1.5 വയസ്സ് മാത്രമായിരുന്നു. ഇവരെയും കൂട്ടിയാണ് അവരുടെ മാതാവ് ജോലിക്ക് പോകാറുണ്ടായിരുന്നത്. അങ്ങനെ ആ മനഃശാസ്ത്ര വിദഗ്ധൻ ഈ പാതിരിയെ തിരഞ്ഞ് പോവുകയുണ്ടായി. അദ്ദേഹം റിട്ടയർഡായിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലോട്ട് തിരിച്ചു പോയിരിക്കുന്നു എന്ന് അറിയാൻ സാധിച്ചു. അങ്ങനെ അദ്ദേഹം തിരഞ്ഞ് ജർമ്മനിയിൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുകയുണ്ടായി. അവിടെ എത്തിയപ്പോൾ അറിയാൻ സാധിച്ചു ഇദ്ദേഹം മരണപ്പെട്ടു എന്ന്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനോട് ഈ പാതിരിയെപ്പറ്റി ചോദിച്ചറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പഴയ ഫയലുകളും അതുപോലെ തന്നെ ഡയറികളും മറ്റും ചോദിച്ചു. അങ്ങനെ അതെല്ലാം തന്നെ പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ഈ സ്ത്രീ പറയുന്ന ഈ ജർമ്മൻ പ്രസംഗം അതുപോലെ തന്നെ ഒരു പേപ്പറിൽ എഴുതി ആ ഫയലിൽ സൂക്ഷിച്ചതായി കാണാൻ സാധിച്ചു. അതായത് ഈ പാതിരി ഈ പ്രസംഗം എപ്പോഴും തന്നെ അവിടെ ചെല്ലാറുണ്ടായിരുന്നു. അത് ചെറുപ്പത്തിൽ തന്നെ കേട്ടുകൊണ്ടാണ് ഈ സ്ത്രീയുടെ മനസ്സിൽ കയറിയിരുന്നത്. ഈ കാലഘട്ടത്തിലെ മനഃശാസ്ത്ര വിദഗ്ധന്മാരെല്ലാം തന്നെ പറയുന്നത്, മനുഷ്യ മനസ്സിൽ ഒരു മറയുണ്ട്, അതിൽ പല കാര്യങ്ങളും പഴയത് ഒളിഞ്ഞുകിടപ്പുണ്ടാവും. എന്നാൽ ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇക്കാര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അന്ന് ശാസ്ത്രം ഇത്രയൊന്നും വളർന്നിട്ടില്ല. അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ആ കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കുവാനുള്ള അധ്യാപനം ഇസ്ലാം നൽകുകയുണ്ടായി. അതായത് ഒരു കുട്ടിയുടെ ജനനം മുതൽ ആ കുട്ടിയുടെ ശിക്ഷണം ആരംഭിക്കുകയാണ്. നാം നമ്മുടെ കുട്ടികളുടെ ചെവിയിൽ എപ്പോഴും തന്നെ നല്ല കാര്യങ്ങൾ എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നാം നമ്മുടെ കുട്ടികളുടെ ചെവിയിൽ എപ്പോഴും തന്നെ നല്ല കാര്യങ്ങൾ എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആദ്യ ദിവസം ആ കുട്ടിയുടെ ചെവിയിൽ ബാങ്കിൻ്റെ ശബ്ദമാണ് എത്തിയത് എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം അതിലും നല്ല കാര്യങ്ങൾ ആ കുട്ടിയുടെ ചെവിയിൽ എത്തിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണ്. ചുരുക്കത്തിൽ തിന്മ നിറഞ്ഞ പ്രവൃത്തികൾ അവരുടെ ചിന്തയെയും ബാധിക്കുകയും അതുപോലെ അവരുടെ പ്രവൃത്തിയിൽ അവൻ്റെ സ്വാധീനമുണ്ടാവുകയും ചെയ്യുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദൂദ് റളിയല്ലാഹു പറയുന്നു,
ഉദാഹരണമായിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, മുസ്ലിങ്ങൾ എല്ലാം തന്നെ ഈസാ നബി ആകാശത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നും രണ്ടാമതും ഇറങ്ങി വരും എന്നും പറയുന്നു. അതുപോലെ തന്നെ വളരെയധികം ധനം വിതരണം ചെയ്യും എന്നും പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഒരു സമൂഹം സ്വാഭാവികമായും മടിയന്മാരായി മാറുന്നതാണ്. ഒരാൾ നേരാവണ്ണം ചിന്തിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു അധ്വാനം ഇല്ലാതെ ഒരിക്കലും തന്നെ സമ്പാദിക്കുവാനോ അല്ലെങ്കിൽ വിജയം വരിക്കുവാനോ സാധിക്കുകയില്ല എന്ന്. ലോകത്ത് ഇന്ന് വരെ ഒരു സമൂഹവും കഠിനാധ്വാനവും പ്രയാസവുമില്ലാതെ വിജയം വരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മനുഷ്യരിൽ ഏറ്റവും ഉത്തമമായിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. അവർക്ക് പോലും പലതരത്തിലുള്ള ത്യാഗങ്ങളും ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പരിപൂർണനായ മനുഷ്യൻ മറ്റാരാണുള്ളത്? എന്നാൽ പ്രവാചകന്മാരിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം ത്യാഗം സഹിച്ചതും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ചുരുക്കത്തിൽ ഇസ്ലാം ഓരോരുത്തരുടെയും ചിന്തകളെ ശരിയാവണ്ണം വിനിയോഗിക്കാനും ശരിയായ രീതിയിൽ ചിന്തിപ്പിക്കുവാനും പ്രേരിപ്പിക്കുന്ന മതമാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ മാത്രമല്ല മുസ്ലിങ്ങളുടെ ചിന്താഗതി തെറ്റായിരിക്കുന്നത്. മറിച്ച് പറയുന്നു, ഈസാ നബി അലൈഹി ഇസ്ലാം ഈ ലോകത്ത് വന്നു കഴിഞ്ഞാൽ വാളിൻ്റെ ബലം കൊണ്ട് എല്ലാ വിശ്വാസികളെയും മുസ്ലിമാക്കി മാറ്റും എന്നുള്ളതാണ്. പിന്നീട് ആരെല്ലാമാണ് അവിശ്വാസികളായി തുടരുന്നത്, അവരുടെ തല വെട്ടിക്കളയുന്നതാണ്. അവർ ഇത്ര പോലും ചിന്തിക്കുന്നില്ല. അതായത് ഇതുപോലുള്ള അക്രമം കണ്ടുകൊണ്ട് ഒരാൾ വിശ്വാസിയാവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ അയാളുടെ വിശ്വാസം യഥാർത്ഥ വിശ്വാസമായി മാറുകയില്ല. അയാൾ മുനാഫിക്കായി മാറുന്നതാണ്. അള്ളാഹു മുനാഫിക്കീങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: അല്ലയോ റസൂൽ, നിന്റെ അടുത്ത് മുനാഫിക്കീങ്ങൾ വരുന്നതാണ്. എന്നിട്ട് അവർ പറയും, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു, താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന്. എങ്കിലും മുനാഫിക്കീങ്ങൾ വഞ്ചകർ തന്നെയാണ്. അതായത് ഒരിക്കലും തന്നെ ഒരാളെ നിർബന്ധിച്ച് മതപരിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഹൃദയം ഒരിക്കലും തന്നെ അത് അംഗീകരിക്കുവാൻ തയ്യാറാവുകയില്ല. അവരുടെ ചിന്തയും അവരുടെ മനസ്സും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയുമില്ല. നിങ്ങൾ അവരോട് ദൈവം ഒന്നാണ് എന്ന് പറഞ്ഞാൽ അവർ ദൈവം മൂന്നാണ് എന്ന് പറയുന്നു. ഇനി അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് ദൈവം ഒന്നാണ് എന്ന് പറഞ്ഞാൽ അവർ വായ കൊണ്ട് ദൈവം ഒന്നാണ് എന്ന് പറയുമെങ്കിലും ഹൃദയത്തിൽ ദൈവം മൂന്ന് എന്ന് തന്നെയായിരിക്കും. നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനസ്സിനെയും നേരായ വഴിയിലൂടെ കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു അധ്യാപനം. മറ്റൊരു മതവും ഇതുപോലെ ചിന്തയെ നേരാവണ്ണം നയിക്കുന്നതിനെ സംബന്ധിച്ചുള്ള അധ്യാപനം മുന്നോട്ട് വെച്ചിട്ടില്ല. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.